ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2380. ഇന്ന് ജൂലൈ മാസം 7-ാം തീയതി 188-ാമത്തെ ദിവസത്തിലെത്തി. ഏതൊരാളുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു തിരിച്ചറിവ് ഉണ്ടാകും, കൂടെ യേശുവില്ല. ആരുടെ കുഴപ്പമാണ്? ആരാണ് അകന്നുപോയത്? എവിടെയാണ് ഈ നഷ്ടം സംഭവിച്ചത്? എങ്ങനെയൊക്കെയാണ്? എന്തായാലും യേശു ഇട്ടിട്ട് പോകുന്ന ഒരാളല്ല. സ്വാഭാവികമായും നമ്മളാണ് അവനെ ഇട്ടിട്ട്, അവനെ വിട്ടിട്ട് നമ്മുടെ വഴിക്ക് തിരിഞ്ഞോടിയത്. അതെന്തുകൊണ്ടാവും? അവനോട് കൂടെ ആയിരിക്കുന്നത് ബുദ്ധിമുട്ടാവുണ്ടാവും. എൻ്റെ പല ചെയ്തികളും, മനോഭാവങ്ങളും, രഹസ്യ താല്പര്യങ്ങളും, നിഗൂഢ ലക്ഷ്യങ്ങളും യേശുവിന് ചേർന്നതല്ല എന്ന് എനിക്ക് പതിയെ തോന്നിത്തുടങ്ങുന്നു. അപ്പോൾ പിന്നെ അവൻ കൂടെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കരുതി തുടങ്ങും, യേശുവിനെ കൂടാതെയാണ് യേശുനാമം വഹിക്കുന്നവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മടക്കയാത്രയ്ക്ക് നേരമായി. അന്ന് പെരുന്നാളിന് വന്ന അപ്പനും അമ്മയ്ക്കും മകനെ നഷ്ടപ്പെടുകയാണ്. എന്തിനാണ് എല്ലായിടത്തും അവർ അന്വേഷിച്ചത്? അവനെ കണ്ടെത്താൻ മടങ്ങേണ്ടത് നഷ്ടപ്പെട്ട ഇടത്തേക്ക് തന്നെയാണ്. അപ്പോൾ എവിടെ വച്ചാണ് യേശു നഷ്ടപ്പെട്ടത് എന്നുകൂടി ഒരു വ്യക്തത വേണ്ടേ? സത്യം പറയാമല്ലോ, നഷ്ടപ്പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പ്രയാസമാണ്. സമ്മതിച്ചു തരത്തുമില്ല ആരും. പിന്നെയല്ലേ നഷ്ടപ്പെട്ട ഇടത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവുക. എന്തുമാത്രം പുറകോട്ട് പോയി ആലോചിച്ചാലും പ്രയാസമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ട്: വഴിക്കവലകളിൽ ചെന്ന് ശ്രദ്ധിച്ചു നോക്കണം, പഴയ പാതകളെ തേടുക, നേരായ മാർഗം നേടി അതിൽ നീങ്ങുക. നഷ്ടപ്പെട്ടത് ശരിക്കും വഴിയിലൊന്നുമല്ല, ഹൃദയത്തിലാണ്. അവൻ അകന്നുപോയതല്ല, അവനിൽ നിന്ന് ഞാൻ അകന്നുപോയതാണ്. കണ്ടെത്താൻ മാർഗം ഒന്നേ ഉള്ളൂ, ഉള്ളിലേക്ക് തിരിയുക. അവനവന്റെ അകത്തേക്ക്, ഉള്ളിന്റെ ഉള്ളിലേക്കൊരു മടക്കയാത്ര. ഹൃദയമാവുന്ന ദേവാലയത്തിലേക്ക് മടങ്ങുക. അവിടെ അവൻ ഇരുന്ന് പഠിപ്പിക്കുന്നുണ്ടാവും. എന്തായാലും അവന്റെ അമ്മ മറിയം നല്ലൊരു മാതൃക കാണിക്കുന്നുണ്ട്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പലതും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പാടാണ്. അപ്പോൾ എന്ത് ചെയ്യും? സംഭവങ്ങളും വാക്കുകളും ഒക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ച് നിരന്തരം ധ്യാന വിഷയമാക്കണം. എന്നിട്ടോ ആ അമ്മ മകന്റെ വഴിയെ നീങ്ങുകയാണ്. അതുകൊണ്ട് കുറെ കൂടി ഒരു മൗനവും ധ്യാനവും എന്നിൽ സംഭവിക്കണം. എന്നിലെ യേശുബോധം നിലനിൽക്കാനായിട്ട്, ആ യേശുബോധത്തിൽ നിന്നുള്ള ഒരു പ്രകാശത്തിൽ ഞാൻ വഴി നടക്കാനായിട്ട് എന്നില് മൗനവും അതിനോടനുബന്ധിച്ചുള്ള ധ്യാനവും സംഭവിച്ചേ മതിയാവും. അതിനെ മാതാപിതാക്കൾ എന്നെ സഹായിക്കുന്നുണ്ട്. അവരുടെ പുത്രൻ എന്നോടൊപ്പമുണ്ട്. ആമേൻ.